തൻ്റെ സതീർത്ഥ്യനോട് പറഞ്ഞത് ഗുരുദേവൻ ഇതായിരുന്നു എന്നാ. ഒരു പുസ്തകത്തിൽ ഇതിനെ ആമുഖമായിട്ട് ചേർത്തിരിക്കുന്നു. നാം ആഴമേറും ആ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ മഹാസമുദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാനത് നിങ്ങൾക്ക് കൊണ്ടുതരാം. അതിഗംഭീരങ്ങളായിട്ടുള്ള അത്രയും എന്താ പറയുക ആഴമുള്ള വാക്കുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ നാരായണ ഗുരു. ഇതിപ്പോൾ നാരായണ ഗുരുവാണോ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുൻപ് ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്ത് ഋഷി. പക്ഷെ നാരായണ ഗുരുദേവൻ ഇത് പറയുമ്പോൾ നമ്മളൊക്കെ നെൽസൺ മണ്ടേല ഒരു വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിനെ കുറിച്ചൊക്കെ പത്രങ്ങളും അതുപോലെ മറ്റു പുസ്തകങ്ങളിലും ഒക്കെ വായിക്കുകയും അതുപോലെ അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു അവസ്ഥാവിശേഷം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറയാം. ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ താൻ തേടിയത്, താൻ അന്വേഷിച്ചത്, താൻ അഭയം പ്രാപിച്ചത്, കരുത്തായിട്ട് തനിക്ക് സ്വീകരിക്കാൻ യോഗ്യമായി താൻ കണ്ടെത്തിയ ഇടം അതേതാണ് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അത് എന്താ ഗുരു ചെയ്തത് ഉപനിഷത്തുകളിലേക്കും നമ്മുടെ ശാസ്ത്രത്തിലേക്കും തന്നെയാണ്. എന്താണോ പൂർവന്മാർ കണ്ടെത്തിയത്, തൻ്റെ സ്വരൂപത്തെ തന്നെ, താനാര്, ഈശ്വരനാര്, ഈ അറിവാണ് ഒരുവന് കരുത്ത് പകരുന്നത്. ഈ അറിവിലേക്കാണ് ഒരുവനെ ഉണർത്തേണ്ടത്. ഗുരു ചെയ്തത് ഒരുവനെ പൂർണ്ണമായി പരിവർത്തനത്തിന് വിധേയമാക്കലാണ്. പരിവർത്തനവും പരിഷ്കാരവും രണ്ടും രണ്ട് തന്നെയാണ്. പരിഷ്കാരത്തിന് മരണമുണ്ട്, പരിവർത്തനത്തിനോ മരണമില്ല എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പം ഇവിടെ നാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ കേരളത്തിൽ വേരോടുന്നതും പിൽക്കാലത്ത് അതിൽ ആ ദർശനങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനം ഏതൊക്കെ പ്രകാരത്തിൽ ഇവിടെ അത് എന്താ പറയുക, അത് ഏതൊക്കെ പ്രകാരത്തിൽ സഞ്ചരിച്ചു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തല്ല, പലരും നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസത്തിന് വളരാൻ പോലും വളരെയേറെ സഹായം ചെയ്തിട്ടുള്ളത് ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് ഇവിടെ ഒരു ആഴം ഉള്ളത് കൊണ്ടാണ് എന്ന